സാൻഡ്രോ സിംഗ് ആണ്. AC പവർ സ്റ്റിയറിംഗ്. 14 വണ്ടി അല്ലേ? 2 ഡോർ പവർ വിൻഡോ വരും. ഡിസയർ വെറും 65,000 കിലോമീറ്റർ. 27 വരെ പേപ്പർ ഉണ്ട്. ടയർ കണ്ടീഷൻ കൊള്ളാം. പക്ഷെ ഒരു പോറലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളുള്ള വണ്ടി ഒരിക്കാണ്. ഇത് 68,000 രൂപയ്ക്ക് നിലവിലെ കണ്ടീഷൻ. ഇതിൽ എന്ത് പെട്രോൾ വണ്ടി ഇൻഡിഗോ പെട്രോള് നമുക്ക് 48 രൂപയ്ക്ക് കൊടുക്കാം. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇഞ്ചവള യൂസ്ഡ് കാർസിലാണ്. അപ്പം നമ്മുടെ ഒരുപാട് പേര് കമൻറ്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചവളയുടെ വീഡിയോ. അപ്പം ഇവിടെ വന്നിട്ടുണ്ട്, പുതിയ സ്റ്റോക്കുകളെല്ലാം വന്നിട്ടുണ്ട്. എല്ലാം ബഡ്ജറ്റ് കാറുകളുടെ കളക്ഷൻസാണ്. ഇഷ്ടംപോലെ ബഡ്ജറ്റ് കാറുകളുണ്ട്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരം എൻഡിലാണ്. കല്ലമ്പലം സ്ഥലം, തിരുവനന്തപുരം കല്ലമ്പലം തട്ടുപാലം സ്ഥലത്താണ്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം പോകുന്ന വഴിക്ക് തിരുവനന്തപുരം അവസാനം, അല്ലെങ്കിൽ കൊല്ലത്ത് വരുമ്പോൾ കൊല്ലത്തിൻ്റെ എൻഡ് അവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. എപ്പോഴും പറയാറുള്ളതാണ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ നമ്മുടെ പതിപോലെ നമ്മുടെ സലീമൊക്കെയുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നല്ലോ. അപ്പൊ നമ്മുടെ അത്യാവശ്യം നല്ല വീണ്ടും ബഡ്ജറ്റ് കാർ കളക്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞത് ഇനി ചെറിയ വണ്ടികളായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന്. ചെറിയ വണ്ടികളാണ് മുഴുവനുള്ളത്, സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ വണ്ടികളെ. പക്ഷേ എല്ലാം ഉള്ളത്. ചേട്ടൻ്റെ വീഡിയോ ഇഷ്ടം പോലെ എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു, കമന്റ് വഴി ചോദിച്ചിരുന്നു. നമ്മുടെ ഇഞ്ചവളുടെ വീഡിയോ ചെയ്യുന്നില്ലേ ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ നല്ല ഒരുപാട് കുറഞ്ഞ വണ്ടികൾ വന്നിട്ടുണ്ട്. CC കിട്ടുന്ന 2-3 വണ്ടികളേ ഉള്ളൂ, ബാക്കിയൊന്നിനും CC കിട്ടത്തില്ല. കിട്ടാത്തത് കൊണ്ടാണ്, അല്ലാതെ ഞാൻ തരാത്തല്ല. 2-3 വണ്ടിയൊക്കെ മാത്രമേ കിട്ടത്തുള്ളൂ. മോഡൽ വിശ്വസിച്ച് അങ്ങനെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ കുറഞ്ഞ വണ്ടികളാണ് ഇപ്പം കൂടുതലും ഉള്ളത്. നല്ല വണ്ടികളാണ്. മെക്കാനിക്കിനെ ഒന്നും കൊണ്ടുവരാൻ പറ്റാത്തവർ നേരിട്ട് വന്ന് എടുക്കാം, കുഴപ്പമില്ല. എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. അവരുടെ ഏത് വിഷയം ഉണ്ടെങ്കിലും നമ്മൾ എഞ്ചിന് ഗിയർ ബോക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പരിഹരിച്ചു കൊടുക്കും. പിന്നെ പഴയ വണ്ടികളിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്, അല്ലാതെ വലിയ മിസ്റ്റേക്ക് ഒന്നും വരത്തില്ല. എല്ലാം കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാം 15 വർഷത്തിന് മേലിലുള്ള വണ്ടികളാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരുമെന്നല്ലാതെ വലിയൊരു മിസ്റ്റേക്കും വരത്തില്ല. അതിന് ഞാൻ പൂർണ്ണ ഗ്യാരണ്ടി തരെയാണ്. അപ്പം കൊണ്ടുവന്ന് മെക്കാനിക്കോ ബ്രോക്കറോ ഒന്നും വരത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കൊടുക്കാം. അവർ ധൈര്യമായിട്ടൊന്ന് എടുക്കട്ടെ. അറച്ചു നിൽക്കുന്നവരുണ്ട്. ഒരുപാട് വണ്ടികൾ കാസർഗോഡ്, പാലക്കാട്, മലപ്പുറം ഒക്കെ ഒരുപാട് വണ്ടികൾ കൊടുത്തു. ആർക്കും അങ്ങോരെ ഓടി എത്തുന്നവരെയൊന്നും ഒരു വിഷയം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയാണ്. നല്ല കമൻറ്റുകളാണ് കൂടുതലും ഉള്ളത്. എന്നാലും ചിലരൊക്കെ നെഗറ്റീവ് കമൻറ്റുകൾ വിടാറുണ്ട്. പക്ഷെ അതൊന്നും ഞാനുമായിട്ട് ബന്ധമുള്ളവരല്ല, അത് പല ആൾക്കാരല്ലേ, ഇപ്പം അങ്ങനെ വരും. അപ്പോൾ എന്നാലും നല്ല വണ്ടികളാണ് ഉള്ളത് കൂടുതലും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ സലിമേട, നമുക്ക് ഫസ്റ്റ് വണ്ടി നമുക്കൊരു ബഡ്ജറ്റ് വണ്ടി തന്നെ തുടങ്ങാം. ബഡ്ജറ്റ് വണ്ടി എന്ന് പറയുമ്പോൾ ഇവിടെ കിടക്കുന്നിടത്തേക്ക് ഏറ്റവും കുറഞ്ഞ വണ്ടിയാണ് കേട്ടോ. നല്ല വണ്ടി, ഒരു കംപ്ലൈന്റും ഇല്ല. നല്ല പുതിയ വണ്ടി ഓടിക്കുന്ന അതേ ഫീലിങ്ങും എല്ലാം ആണ്. വണ്ടി കാണാനും അതുപോലെ ഇരിക്കണം. 48 രൂപ, 28 വരെ പേപ്പറുണ്ട്. പെട്രോൾ വണ്ടി ഇൻഡിഗോ പെട്രോള് നമുക്ക് 48 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടി, ഒരു കംപ്ലൈന്റും ഇല്ലാത്ത. 2003, 28 വരെ പേപ്പറുണ്ട്. കണ്ടാലോ 2012 വണ്ടിയുടെ ഗ്ലാമർ ഉണ്ട്. നല്ല വണ്ടി, ടയർ കണ്ടീഷൻ ഉണ്ട്. പെട്രോൾ വണ്ടി ഒരു പോറലൊന്നുമില്ല, നല്ല വണ്ടി. പെട്രോൾ ആണ്, മൈലേജ് കുറവായിരിക്കും. ഓട്ടോയിൽ പോണ ചെലവ് വരും. മൈലേജ് എത്ര വരും വണ്ടിക്ക്? 12 കിട്ടത്തുള്ളൂ എന്നാ എന്റെ ഒരു വിശ്വാസം. സീറ്റ് വണ്ടി അവർക്ക് വൃത്തിയുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ടുണ്ട്. AC ഒക്കെ വർക്കിംഗ് ആണോ? എല്ലാം വർക്കിംഗ് ആണ്. വേറെ യാതൊരു വിഷയമില്ല. സസ്പെൻഷൻ അടിയില്ല. ടയർ എല്ലാം നല്ല വണ്ടി. AC പവർ സ്റ്റിയറിംഗ്. AC പവർ സ്റ്റിയറിംഗ്. ടയർ എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. വണ്ടിക്കുള്ള മൊത്തത്തിൽ ആ മോഡൽ വെച്ച് നോക്കുമ്പോൾ നല്ല വൃത്തിയാണ്, നല്ല വണ്ടി. പഴയ വണ്ടിയൊക്കെ മോഡലിനെ കാട്ടിയേ ആ വണ്ടിയുടെ വൃത്തിയും ക്വാളിറ്റിയും എഞ്ചിന്റെ ഇതൊക്കെയാണ് ഒരു വിഷയം കേട്ടോ. അല്ലാതെ 48 രൂപ. 2012 ഫോർഡ് ഫിഗോ ആണ്. ടൈറ്റാനിയത്തിന് താഴെയുള്ളതാണ്. 120 ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണോ? ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. ഫ്രണ്ടിലെ ടയർ മോശമാണ്, ബാക്കിലെ ടയർ ആവറേജ് ആണ്. 2 ഷോക്കിന് കംപ്ലൈന്റ് ഉണ്ട്, അത് മാറ്റി 120 കൊടുക്കും കേട്ടോ. 2 ഷോക്ക് ഇടിയുണ്ട്, ഇടി തോന്നുന്നു. ആ ഷോക്ക് മാറ്റി 1,20,000 രൂപയ്ക്ക് കൊടുക്കും. നല്ല വണ്ടി, നല്ല എഞ്ചിന്, അകവും പുറവും പെയിന്റും ഒക്കെ നല്ല രസമുണ്ട്. ഡീസൽ ഇത് വേരിയന്റ് ഏതായിട്ടാ വരുന്നത്? ഡീസൽ ടൈറ്റാനിയത്തിൽ താഴെയുള്ളത്. ഒരു ടയറാണ് മോശം തീരെ ഉള്ളത്, ബാക്കി ടയറുകളെല്ലാം ആവറേജ് കൂടുതലുണ്ട്. നല്ല എഞ്ചിന്, ഷോക്ക് അബ്സർ 2 പുതിയത് മാറി 120 കൊടുക്കും കേട്ടോ. നല്ല കണ്ടീഷനാക്കി കൊടുക്കും. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, AC പവർ സ്റ്റിയറിംഗ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, നല്ല വണ്ടി. വേറെ ഇഞ്ചക്ട് അടി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. കാരണം ഫോർഡിനെ സംബന്ധിച്ച് അതാണ് പ്രശ്നം വരുന്നത്.
ആ പ്രശ്നങ്ങളൊന്നും ഇല്ല. 2 പവർ വിൻഡോയും ഉണ്ട് കേട്ടോ. 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഇവക്കെല്ലാം 2 ഡോർ വരുന്നത്. ടോപ്പ് എൻഡിലും അത് തന്നെ വരുന്നത്. അതെ. ഓക്കെ. ഇതിൽ അലോയ്സ് ഒന്നും വരുന്നില്ല, നോർമലാണ് വരുന്നത്. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. പക്ഷേ ഫ്രണ്ടിൽ ഒരെണ്ണം മോശമാണല്ലേ? ഒരു ടയർ മോശവും ബാക്കിയെല്ലാം ആവറേജ്. ആവറേജ് ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. നല്ല മോഡൽ പറഞ്ഞിരുന്ന വണ്ടിയുടെ 12 ലാസ്റ്റ്. 12 ലാസ്റ്റ്. അപ്പോൾ 27 ഒരു പേപ്പർ വരുന്നുണ്ട്. അതെ 27 ലാസ്റ്റ് ഒരു പേപ്പർ വരുന്നുണ്ട്. അപ്പം ഡീസൽ ആകുമ്പോൾ മൈലേജ് എന്തായാലും ഒരു 22 മേലെ മൈലേജ്. മൈലേജ് കിട്ടും. 20 പുറത്ത് ഏതൊക്കെ ആയാലും കിട്ടും. അപ്പോൾ ചേട്ടാ അടുത്ത വണ്ടി വാഗണാർ. പിന്നെ 2007 വണ്ടിയാണ്. 7 വണ്ടിയാണ് അല്ലേ? 7 വണ്ടിയാണ്. 27 ഒരു പേപ്പർ. 27 ഒരു പേപ്പറുണ്ട്. ഓടിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ നല്ല സുഖമുള്ള വണ്ടി. ഒരു വിഷയമുണ്ട്, കാലത്തെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുകയുണ്ട്. നിലവിൽ ഇൻഷുറൻസും തീർന്നിരിക്കുകയാണ്. അതിൻ്റെതായ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കും. ഇതെല്ലാം പണിഞ്ഞു വന്നാലും വണ്ടി ലാഭത്തിലേ വരത്തുള്ളൂ. ആ വിലയ്ക്ക് കൊടുക്കും. 68 രൂപയ്ക്ക് കൊടുക്കും കേട്ടോ. എന്താ 68,000 രൂപയ്ക്ക് കൊടുക്കും. 2007 ഇപ്പോഴും കഴിഞ്ഞ വീഡിയോയിൽ സനൂപിന്റെ വീഡിയോയിലുള്ള 2007 വാഗണാർ കൊടുത്തതെന്ന് പറഞ്ഞാൽ 1,15,000 രൂപയ്ക്കാണ്. ഇത് 68,000 രൂപയ്ക്ക് നിലവിലെ കണ്ടീഷനിൽ എന്ത് നമ്മൾ ചെയ്യേണ്ടി വന്നാലും ആ പൈസ അധികം തരേണ്ടി വരും കേട്ടോ. ഈ കണ്ടീഷനിലാണ് ഇത് കൊടുക്കുന്നത്. പുകയുണ്ട്. അത് മാറേണ്ട ഇതെന്ന് പറയുന്നത് ഗ്യാസ്കറ്റ്, റിങ്സ്, സ്റ്റംസീല്, പിന്നെ 2 ഓയിൽ സീലുകൾ. ഇത് മാത്രം മാറുന്നതിന് 15 രൂപ ചിലവ് വരും. ഇൻഷുറൻസിന് 4,500 രൂപ ചിലവ് വരും. ഇതാണ് അതിന്റെ ഫൈനല്. ഫ്രണ്ട് ടയർ ആവറേജ് ആണ്. 2 ടയർ. ഇതെല്ലാം കൂടെ ചെയ്തു വന്നാലും 78, 68, 88 രൂപ ആവത്തുള്ളൂ. വണ്ടി പുതുപുത്തൻ വണ്ടിയുടെ ആവും. പിന്നെ ബോഡി ക്വാളിറ്റി മറ്റു കാര്യങ്ങളെല്ലാം ഈ കാണുന്നതാണ്. 2007 വണ്ടി. 1.15 നിലവിൽ മാർക്കറ്റ് വിലയുണ്ട്. ഈ 2 കാര്യങ്ങൾ ചെയ്തു വന്നാൽ 88 രൂപ ആവത്തുള്ളൂ. 15 രൂപയുടെ എഞ്ചിൻ ഭാഗത്ത് പണിയുണ്ട്. ഒരു ഇൻഷുറൻസ് എടുക്കണം. 2 ടയർ ഇത് എടുക്കണം. എങ്ങനെയായാലും അപ്പോൾ 20-25 രൂപയ്ക്കകത്തുള്ള ഇതേ വരത്തുള്ളൂ. എന്നാലും 90 രൂപയ്ക്കകത്ത് എങ്ങനെയൊക്കെ ആയാലും വണ്ടി നിൽക്കും. 90 രൂപയ്ക്കകത്ത് എല്ലാം തീരും, വണ്ടിയും കിട്ടും. അതാണ് എൻ്റെ കണ്ടീഷൻ. 2014 സാൻഡ്രോ സിംഗ് ആണ്. AC പവർ സ്റ്റിയറിംഗ്. 14 വണ്ടി അല്ലേ? 2 ഡോർ പവർ വിൻഡോ വരും. ഇത് ചെറിയ മിസ്സിങ് കാരണം വർക്ക്ഷോപ്പിൽ കിടന്ന വണ്ടിയായിരുന്നു. സനൂപിന്റെ വീഡിയോയിൽ മെനങ്ങാന്ന് കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നു. അതിനുശേഷം പവർ വിൻഡോയുടെ സ്വിച്ച് മറ്റു കാര്യങ്ങളെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. എല്ലാം മാറ്റി 1,50,000 രൂപയ്ക്ക് കൊടുക്കാം. 14 സാൻഡ്രോ സിംഗ് കേട്ടോ. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 80. ഞാനൊന്ന് നോക്കട്ടെ കിലോമീറ്റർ. അത് കാണാം. കിലോമീറ്റർ 78,000 കിലോമീറ്റർ. വണ്ടിയുടെ ഇന്റീരിയർ കണ്ടീഷനൊക്കെ സീറ്റ് നല്ല എഞ്ചിൻ, അത്യാവശ്യം നല്ല വൃത്തിയിരിപ്പുണ്ട്. മോഡൽ വെച്ച് നോക്കുമ്പോൾ നല്ല വൃത്തിയുണ്ടല്ലേ? അതെ. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? AC വർക്കിംഗ്, പവർ സ്റ്റിയറിംഗ് വർക്കിംഗ്, 2 പവർ വിൻഡോ വർക്കിംഗ്. മേജർ ഇഷ്യൂസ് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല ടയറാ, എല്ലാം നല്ല ടയറാ, ആവറേജ് അല്ല. ഒരു എബോവ് 70% ഉണ്ട്. പിന്നെ ആക്സിഡന്റ് ഒന്നുമില്ല. കുഴപ്പമില്ല. വില തീരെ കുറവാണ്. 1.5 രൂപ തീരെ കുറവാണ് കേട്ടോ. 1,45 കഴിഞ്ഞതിന് പറഞ്ഞ് പിന്നെ കുറച്ച് പണികൾ ചെയ്യിപ്പിച്ച്, തോനെ പണി ചെയ്യിപ്പിച്ച് 1.5 രൂപയ്ക്ക് നമുക്ക് ചെയ്ത് നീറ്റാക്കി കിട്ടും. ഇല്ല. മിസ്സിങ് ആ ഭാഗത്തൊക്കെ ഗ്യാരണ്ടി കൊടുക്കും കേട്ടോ. എഞ്ചിനൊക്കെ ഗ്യാരണ്ടി, ഗിയറിന് ഗ്യാരണ്ടി, മറ്റേ ഒന്നും കുഴപ്പമില്ലാത്ത നല്ല വണ്ടി. 1.5 രൂപയ്ക്ക് കൊടുക്കാം. അടുത്ത വണ്ടി 2013 ഇയോൺ എറാ പ്ലസ് ആണല്ലേ? 80,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. നല്ല ക്ലീൻ വണ്ടി. നോക്കിയേ, ടയർ കണ്ടീഷൻ എല്ലാം കൊള്ളാം. വേറെ സ്ക്രാച്ചസ് ഒന്നുമില്ല. ഇതിന്റെ വൈപ്പർ മോട്ടോർ വർക്ക് ആവാതെ അത് ഇളക്കി വെച്ചിരിക്കുകയാണ്. നിലവിൽ ഫിറ്റ് ചെയ്തിട്ടില്ല. പ്ലസ് ആണല്ലേ? ഡിലൈറ്റ് പ്ലസ്. എറാ പ്ലസ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. വണ്ടിയുടെ ഇന്റീരിയർ സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. കുഴപ്പമില്ല. കാണുന്ന വൈപ്പറിന്റെ സെറ്റ് ഫിറ്റ് ആവണ്ടല്ലോ കേട്ടോ. വൈപ്പർ നിലവിലില്ല, ഇളക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഞാൻ അത് മേടിച്ചപ്പോൾ അത് കണ്ടില്ല. അവിടെ വന്നപ്പോൾ വൈപ്പർ ഫിറ്റ് വർക്ക് ആവുന്നില്ല. ഇല്ല. പിന്നെ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്ന, ഒരു പോറൽ പോലും ഇല്ലാത്ത, എല്ലാ ടച്ചിങ്ങും ക്ലീനിങ്ങും പോളിഷിങ്ങും എല്ലാം കഴിഞ്ഞ് കിടക്കുന്ന നല്ല പുതിയ വണ്ടി. എങ്ങനെ ഇരിക്കുന്നു അതേ കണക്കിരിക്കുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. ടയറെല്ലാം ആവറേജ് ആണ്. ഓണർ സെക്കൻഡോ തേർഡോ. ഈ ഓണർഷിപ്പിലൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നുണ്ട്. എല്ലാ ഓർമ്മയിലും നിൽക്കുന്നില്ല. നല്ല വണ്ടി. AC വർക്കിംഗ് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇല്ല. വൈപ്പർ നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കും. അപ്പോൾ എത്രയാണ് വില വരുന്നത്? 1,55. 1,55,000 രൂപ. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ലോൺ കയറുമല്ലോ? വേണമെങ്കിൽ ലോൺ കിട്ടുമല്ലോ. ഒരു ദേശം 1 രൂപ അടുപ്പിച്ച് കിട്ടുമോ? കിട്ടും. അപ്പോൾ അടുത്ത വണ്ടി ഡിസയർ.
2011 ലാസ്റ്റ് VXI ഡിസയർ വെറും 65,000 കിലോമീറ്റർ. വേറെ പക്ക കമ്പനി സർവീസ്, വേറെ ഒന്നും സർവീസ് ഇല്ല കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് സർവീസ് ഒന്ന് വെളിയിൽ അങ്ങോട്ട് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഹൈ ക്വാളിറ്റി വണ്ടി ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്ത് എങ്ങനെ ഓടിക്കും അതേ കണക്കിരിക്കും കേട്ടോ. ആ നല്ല വണ്ടി. 2.15 വില. പെട്രോളാണ്, ഭയങ്കര ക്വാളിറ്റിയാണ്, അന്യായ ക്വാളിറ്റി വണ്ടിയാണ്. 2.15 വില. പെട്രോളാണ്. നമ്മൾ മോഡൽ ഓണർഷിപ്പ് VXI ആണ്. ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ. മോഡൽ 2011 ലാസ്റ്റ് വണ്ടി. ഹൈ ക്വാളിറ്റി ആണ്. കിലോമീറ്റർ 65,000. ഇൻബിൽറ്റ് സ്റ്റീരിയോ ഉണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. സീറ്റ് വരെല്ലാം ഉണ്ട്, നല്ല വൃത്തിയാണ്. 4 ഡോർ പവറിൻ്റെ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എക്സ്ട്രാ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ഡിസയർ ടയർ 4 നല്ലതാണ്, റീപ്ലേസോ ആക്സിഡന്റോ ഇല്ല, പക്ക കമ്പനി സർവീസ് ആണ്. ഓണർഷിപ്പ് ആവശ്യമില്ലാതെയൊക്കെയാണ് 2-3 ആവുന്നത്. ഒരു വീട്ടിൽ 2 പ്രാവശ്യം മാറിയതാണ്. 65,000 കിലോമീറ്റർ. 65,000 കിലോമീറ്റർ. വണ്ടി ഇപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല, എത്രയ്ക്ക് കൊടുക്കാം ചേട്ടാ? 2.55 അല്ല, 2.15 കൊടുക്കും. 2.15 കൊടുക്കും. 2.15 പ്രൈസ് 2.15 ആണ്. നല്ല വണ്ടി, മൈലേജ് ഒക്കെ കുറവായിരിക്കും പെട്രോൾ വണ്ടിയൊക്കെ കേട്ടോ. ചെറിയ ഓട്ടങ്ങളൊക്കെ ഉള്ള ഫാമിലിക്ക് പെട്രോൾ വണ്ടിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഓട്ടങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു പണിയും ചെയ്യാനില്ല. ഇതിനൊന്നും ഒരു 100 രൂപ പണി പോലും വേറെ ചെയ്യാനില്ല. ഭയങ്കര ക്വാളിറ്റി വണ്ടി. ഓക്കെ. അപ്പം ഈ പഴയ ഗ്യാരണ്ടി വണ്ടി, പഴയ ഡിസയറിനൊക്കെ ഒരു മൈലേജ് ഒരു 14 റേഞ്ച്, ആ ഒരു റേഞ്ചാണ്. ആ ഒരു റേഞ്ചാണ്. 11 ലോൺ കയറാൻ സാധ്യതയുണ്ടോ? 11 ലോൺ കയറാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ. അപ്പോൾ ശരി, 2.15 കൊടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി 2007 വാഗണാർ LXI. 27 വരെ പേപ്പർ വരുന്നുണ്ട്. 27 വരെ പേപ്പർ ഉണ്ട്. ടയർ കണ്ടീഷൻ കൊള്ളാം. ടയറൊക്കെ നല്ല ടയർ. ഇതിന്റെ ഓണർഷിപ്പ് ഒക്കെ എത്ര ഉണ്ടാവും ചേട്ടാ? ഓണർഷിപ്പ് അറിയാൻ വേണ്ടി. ഓക്കെ. ഏതായാലും വണ്ടി നല്ല വണ്ടി. ഓക്കെ. എന്തായാലും കിലോമീറ്റർ അറിയാൻ വയ്യ. കിലോമീറ്റർ ഇതൊരു 150 160 അങ്ങനെ ഏതോ കിലോമീറ്റർ ആണെന്നാണ് തോന്നുന്നത്. നല്ല വണ്ടി, നല്ല എഞ്ചിൻ. ഇതിന് എക്സ്ട്രാ ഗ്യാരണ്ടി ആണ്. അത്രയും ഓടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ. നല്ല വണ്ടി, ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും. എഞ്ചിൻ്റെ ഭാഗവും ഗിയറിൻ്റെ ഭാഗവും ഒക്കെ ടയറെല്ലാം നല്ല ടയർ, വേറെ കുഴപ്പമില്ല. പിന്നെ അതിലൊരു പാച്ച് വർക്ക് ഉണ്ടോ എന്ന് കാണിച്ചു കൊടുത്ത സനൂപേ. അല്ല നന്ദു ആ ഭാഗം ഞാൻ കണ്ടില്ലായിരുന്നു. അവിടെ അത് ചെയ്ത് നമുക്കേ അത് ചെയ്ത് നമുക്ക് 1,05,000 രൂപയ്ക്ക് കൊടുക്കാം. എല്ലാം ക്ലിയർ ആക്കി. ഒരു കുഴപ്പമില്ല. നല്ല വർക്കിംഗ്, വേറെ ഒരു കുഴപ്പമില്ല. ഗ്യാരണ്ടി ഉള്ള വണ്ടിയാണ്. എല്ലാ വണ്ടിക്കും ഗ്യാരണ്ടിയാണ്, ഒരു വണ്ടിക്കല്ല, എല്ലാ വണ്ടിക്കും. ആരെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് പോയി ഇനി വിഷമിക്കുകയൊന്നും വേണ്ട എൻ്റെ എടുത്ത് അങ്ങനെ ആവുമെന്ന്. പിന്നെ ഓരോരോ കാരണങ്ങൾ, അനാവശ്യ കാരണങ്ങൾ പറഞ്ഞ് തിരിച്ച് വരാൻ അത് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ വണ്ടി എടുത്തുകൊണ്ടുകൊണ്ട് ഏത് ആവശ്യത്തിന് വേണ്ടിയാണെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ അനുഭവങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനുശേഷം പിന്നെ അങ്ങനെ തിരിച്ചെടുക്കാറില്ല. പിന്നെ എന്തെങ്കിലും മേജർ ഇഷ്യൂ നമുക്ക് മനസ്സിലാവുന്ന മേജർ ഇഷ്യൂ ആണെങ്കിൽ മാത്രമേ തിരിച്ചെടുക്കൂ. അല്ല ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ അങ്ങനെ ഒരു കച്ചവടക്കാരനെന്നുള്ള നിലയിൽ അതൊരു കറക്റ്റ് അല്ല നമ്മൾ തിരിച്ചെടുക്കുന്നത്. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ, ശരിയാക്കി കൊടുക്കാം കേട്ടോ. മേജർ നമുക്ക് മനസ്സിലാവുന്ന മേജർ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവുമല്ലോ, അത് കുഴപ്പമില്ല. അല്ലാതെ തിരിച്ചെടുക്കുന്നതല്ല. ഏത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മൾ വിഷയം പരിഹരിച്ചു കൊടുക്കും. നമ്മൾ ഇതുപോലെ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ടാണ് ഞാനും തിരിച്ചെടുക്കാത്തത്. അല്ലാതെ വേറെ ഇവിടുത്തെ പേടിക്കാനല്ല നന്ദു എത്രയോ വണ്ടികൾ കൊടുത്തേക്കുന്നത്. അങ്ങനെയൊന്നും എഞ്ചിനാ ഗിയർ ബോക്സിനൊന്നും ഒരു വിഷയവും വരുന്നില്ല. അത് അറിയാവുന്നതുകൊണ്ട് ചെയ്യല്ലേ. അങ്ങനെ അബദ്ധത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാനത് തിരിച്ചെടുക്കും. അല്ലെങ്കിൽ ശരിയാക്കി കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ശരിയാക്കി കൊടുക്കും. അല്ലാതെ അവർ പെട്ടുപോകത്തൊന്നുമില്ല. ഓക്കെ. 2009 സാൻഡ്രോ സിംഗ്. 29 ഡിസംബർ വരെ പേപ്പറുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 ടയറും കൊള്ളാം. ഓണർഷിപ്പ് എത്രയായിട്ടാ? ഓണർഷിപ്പ് തേർഡാണെന്നാ തോന്നുന്നു. കിലോമീറ്റർ ഒരുപാട് ഇത് കാണിക്കുന്നില്ല. വണ്ടിക്ക് പെറ്റിയുണ്ട്, അതെല്ലാം അടച്ച് ക്ലിയർ ആക്കി 1 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. 1 രൂപയ്ക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ. കിലോമീറ്റർ എത്ര ഉണ്ടാവും നോക്കാം അതിനകത്ത്. ഞാൻ നോക്കിയാൽ കാണും. വണ്ടിയുടെ ഇന്ത്യൻ കണ്ടീഷൻ, സീറ്റുകൾ എല്ലാം ഉണ്ട്. ചെറിയൊരു ഫ്രണ്ടിലാണ് ചെയ്തുള്ളൂ, വേറെ പ്രശ്നമില്ല. ഇതിൽ 1.16 ആയിട്ടുണ്ട് കിലോമീറ്റർ. ഗ്യാരണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ഇല്ല, പെട്രോൾ വണ്ടിയാണ്. ടയർ എല്ലാം നല്ലതാണ്. 2009 29 ഡിസംബർ വരെ പേപ്പറുണ്ട് കേട്ടോ.
വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നുമില്ല, നല്ല വണ്ടി. പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയട്ടെ, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല വണ്ടി. ഓക്കെ, എത്രയ്ക്ക് കൊടുക്കാം? ഇവിടെ നടക്കുമ്പോൾ അങ്ങനെ ഒരു ഓഫറുണ്ട്. ഇത് 1 രൂപയ്ക്ക് കൊടുക്കാം. 1 രൂപയ്ക്ക് കൊടുക്കാം. 2009 വണ്ടി. ഓക്കെ, ടെസ്റ്റ് കഴിഞ്ഞത് 29 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. ഇതൊക്കെ എടുത്തോണ്ട് പോയി ഓടിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം അടുത്ത വണ്ടി സാൻഡ്രോ. അതും 2009 വണ്ടി തന്നെ, പഴയ വണ്ടി പോലെ തന്നെയാണ്. ഇത് 1 രൂപ തന്നെയാണ് വില. ഇതും പേപ്പർ 29 വരെ പേപ്പർ വരുന്നുണ്ട്. ഓക്കെ, നല്ല വണ്ടി. AC, പവർ സ്റ്റിയറിംഗ്, ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. മറ്റേന് നല്ല ടയറാണ്, ഇതിന് അത്ര ടയറില്ല. ഓക്കെ, മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കേട്ടോ? ഇല്ല. ഓക്കെ, ഇന്റീരിയർ കണ്ടീഷൻ, സീറ്റ് ഫാബ്രിക് ആണ്, വലിയ കുഴപ്പമില്ല. പിന്നെ ചെറിയ ഡാമേജസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എടുത്തോണ്ട് പോയി വർഷാപ്പളി കൊണ്ട് കയറാൻ പരുവത്തിലുള്ള ഒരു വണ്ടികളും ഇല്ല. ഓടാൻ പരുവത്തിലുള്ള വണ്ടികൾ തന്നെയാണ് എല്ലാം. വേറെ കുഴപ്പമൊന്നുമില്ല. എസിയും പവർ സ്റ്റിയറിംഗ് അല്ലേ വരുന്നത്? AC-യും പവർ സ്റ്റിയറിംഗും. പിന്നെ ചിലരൊക്കെ മൈന്യൂട്ടായ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ വർഷാപ്പിൽ പോണവർക്ക് അവർക്ക് വണ്ടി ആൾട്രേഷൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കാം. ഓക്കെ, അല്ലാതെ എല്ലാം 15-18 വർഷം പഴക്കമുള്ളതാണ് എല്ലാം ഞാൻ കൊടുക്കുന്നത്. അതിനാണ് ഈ ഗ്യാരണ്ടി പറയുന്നത്. ഇപ്പൊ ട്രൂ വാല്യൂലൊക്കെ ആണെങ്കിൽ 2 വർഷം 3 വർഷം ഉള്ളതിനൊക്കെയാണ് ഗ്യാരണ്ടി. അവർ അതിനും കൂടെയുള്ള വിലയും മേടിക്കും. തീർച്ചയായിട്ടും. ഇത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ഈ പണി വരില്ല എന്നുള്ളതിൽ കൊടുക്കുന്നത്. അല്ലാതെ ഈ വണ്ടിയിൽ നിന്ന് എഞ്ചിൻ പണിയാനുള്ള പൈസ എടുത്ത് വെച്ചിട്ടല്ല എഞ്ചിന് വിഷയം വന്നാൽ ചെയ്ത് കൊടുക്കാന്ന് പറയുന്നതേ. ആ അനുഭവ പരിചയം വെച്ച് ഇതിന് വലിയ കുഴപ്പങ്ങൾ ഉടനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു ധാരണയിലാണ് അങ്ങനെ ചെയ്യുന്നത്. 1 രൂപ. അതൊന്നും ഒരേ വില തന്നെ. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത വണ്ടി ഐട്ടൺ സ്പോർട്സ് 2011 വണ്ടി. ഓക്കെ, 1.5 വർഷത്തോളം പേപ്പറുണ്ട്. 1.55 വില. നല്ല 55,000 കളറുള്ള നല്ല വണ്ടി. ഓക്കെ, സ്പോർട്സ് ആണ് വേരിയന്റ്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്ര ചേട്ടാ? ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ കിലോമീറ്റർ 1.10 എൻ്റെ ഒരു ഊഹം. ഓക്കെ, 1.10 1.10 തോന്നുന്നു. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, ഇന്റീരിയർ കണ്ടീഷൻ, സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷെ അത് കുഴപ്പമില്ല. ആ ഒരു ചെറിയൊരു അഴുക്ക് കാര്യങ്ങളൊക്കെ ഉള്ളൂ. സ്പോർട്സ് ഏറ്റവും കൂടിയ വണ്ടിയാണ് കേട്ടോ. ഓക്കെ, ഇത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, ഫോർഡോർ പവർ വിൻഡോ, എമർജൻസി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വണ്ടി സീറ്റ് വരെ ചെറിയൊരു അഴുക്കുണ്ട്, അത്രേ ഉള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, ആക്സിഡന്റ് വണ്ടിയല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഇല്ല. ഓക്കെ, നല്ല വണ്ടിയല്ലേ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? പ്രൈസ് 1.55. പെട്രോൾ വണ്ടിയാണ്. 1.55 ഐട്ടൺ സ്പോർട്സ്. നല്ല വണ്ടി കേട്ടോ.